ഇ.പി. ജയരാജൻ രാജിവെച്ച ഒഴിവിൽ എം.എം. മണിയെ മന്ത്രിയാക്കാൻ CPM തീരുമാനിച്ചു. വൈദ്യുതി മന്ത്രിയായാണ് എം.എം. മണി മന്ത്രിസഭയിലെത്തുക. ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായ വകുപ്പ് AC മൊയ്തീന് നൽകും. മൊയ്തീന്റെ ചുമതലയിലുണ്ടായിരുന്ന ടൂറിസം, സഹകരണ വകുപ്പുകൾ വൈദ്യുതി വകുപ്പ് നഷ്ടമായ കടകംപള്ളി സുരേന്ദ്രന് കിട്ടും. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 എം.എം. മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മന്ത്രിസഭാ വികസനം സംബന്ധിച്ച ഔപചാരിക ചർച്ചകൾ നടന്നത്. ഇ.പി. ജയരാജൻ രാജിവെച്ച ഒഴിവിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം.എം. മണിയെ കൊണ്ടുവരണമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചു. വേണ്ടത്ര കൂടിയാലോചനയില്ലാതെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി ഇ.പി. ജയരാജൻ അതൃപ്തി പ്രകടിപ്പിച്ചു. ഇത്തരം അതൃപ്തികൾ കണക്കിലെടുക്കാതെ എം.എം. മണിയെ തന്നെ മന്ത്രിയായി നിർദ്ദേശിക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എം.എം. മണിയെ മന്ത്രിസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിലെ പുതുമുഖമായ എം.എം. മണിക്ക് വൈദ്യുതി വകുപ്പാണ് ലഭിക്കുക. ഇ.പി. ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, സ്പോർട്സ്, യുവജനകാര്യ വകുപ്പുകൾ ഇപ്പോഴത്തെ സഹകരണ മന്ത്രി AC മൊയ്തീന് നൽകാനും തീരുമാനമായി. വൈദ്യുതി വകുപ്പ് നഷ്ടപ്പെട്ട തലസ്ഥാന ജില്ലയിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മൊയ്തീന്റെ പക്കലുണ്ടായിരുന്ന സഹകരണ, ടൂറിസം വകുപ്പുകൾ ലഭിക്കും. വകുപ്പ് വിഭജനം മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെടുന്ന കാര്യമായതുകൊണ്ട് അതിന് വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഏത് വിധത്തിലാണ് പുനഃക്രമീകരണം വരുത്തി പുതുതായി വരുന്ന മന്ത്രിക്ക് ഏത് വകുപ്പാണ് കൊടുക്കേണ്ടത്, ഈ തീരുമാനങ്ങളെല്ലാം എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ അവസാന നിമിഷം ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ. 6 മാസം പൂർത്തിയാക്കുന്ന പിണറായി സർക്കാരിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം.എം. മണിയുടെ കടന്നുവരവ് തീർത്തും അപ്രതീക്ഷിതമല്ല. എന്നാൽ മന്ത്രിസഭയിലെയും പാർട്ടിയിലെയും സീനിയർ നേതാക്കളെ മറികടന്ന് വ്യവസായ വകുപ്പിലേക്ക് AC മൊയ്തീൻ എത്തിയത് നേതാക്കളെ അമ്പരപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്. CPM സംസ്ഥാന സമിതി യോഗത്തിൽ സംസാരിക്കുന്നതിൽ നിന്ന് P.K. ശ്രീമതിയെ വിലക്കി. ബന്ധു നിയമന വിവാദം വിശദീകരിക്കാനുള്ള P.K. ശ്രീമതിയുടെ നീക്കം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് തടയുകയായിരുന്നു. ജയരാജൻ പറയാനേൽപ്പിച്ച ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് P.K. ശ്രീമതി വിശദീകരണത്തിന് ശ്രമിച്ചത്. മന്ത്രിസഭാ പുനഃസംഘടന ആലോചിച്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുത്തില്ല. ബന്ധു നിയമന വിവാദത്തിൽപ്പെട്ട് രാജിവെച്ചെങ്കിലും ഇ.പി. ജയരാജനെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമമുണ്ടായിരുന്നു. എന്നാൽ രാവിലെ ചേർന്ന സെക്രട്ടറി യോഗം എം.എം. മണിയാണ് മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം വന്നപ്പോൾ തന്നെ ഇ.പി. ജയരാജൻ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തി. തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പെങ്കിലും മന്ത്രിസ്ഥാനത്തേക്കുള്ള സാധ്യത തടഞ്ഞതാണ് പ്രകോപനമെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നടന്ന സംസ്ഥാന സമിതിയിലും ജയരാജൻ പങ്കെടുത്തില്ല. ഇ.പി. ജയരാജനൊപ്പം ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ട P.K. ശ്രീമതിക്കും ഇന്ന് തിരിച്ചടിയുടെ ദിവസമായിരുന്നു. സംസ്ഥാന സമിതിയിൽ സംസാരിക്കാൻ ശ്രമിച്ച P.K. ശ്രീമതിയെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിലക്കി. ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുവരെ ഹാളിലില്ലാതിരുന്ന P.K. ശ്രീമതി ഓടിയെത്തി സംസാരിക്കാൻ ശ്രമിച്ചത്. ജയരാജൻ പറയാനേൽപ്പിച്ച ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ടെന്നായിരുന്നു ശ്രീമതിയുടെ പ്രതികരണം. സെക്രട്ടറി അംഗമായ ശ്രീമതിക്ക് ഈ സമിതിയിൽ സംസാരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടിയേരി ബാലകൃഷ്ണൻ അതിനെ തടഞ്ഞു. പിന്നെയും തടസ്സവാദങ്ങൾ ഉന്നയിച്ച് സംസാരിക്കാൻ P.K. ശ്രീമതി ശ്രമിച്ചെങ്കിലും കോടിയേരി അത് അനുവദിച്ചില്ല. വട്ടിയൂർക്കാവിലെ തോൽവിയുടെ പേരിൽ സംസ്ഥാന സമിതി അംഗം പിരപ്പൻകോട് മുരളി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അംഗം B.S. രാജീവ് എന്നിവരെ താക്കീത് ചെയ്യാനും സംസ്ഥാന സമിതി തീരുമാനിച്ചു. പൂഞ്ഞാറിലെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C.P. ഇബ്രാഹിം, ശശീന്ദ്രൻ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്താനും തീരുമാനിച്ചു. പൂഞ്ഞാറിലെ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 6ാം മാസത്തിലെ പുനഃസംഘടന പിണറായി മന്ത്രിസഭയുടെ പ്രതിച്ഛായ കൂട്ടുമോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഇടതു നിരീക്ഷകനായ N.M. പിയേഴ്സൺ, മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.